ഇന്ത്യക്ക് വീണ്ടും തിരിച്ചടി നൽകി US. ഇറാൻ്റെ തന്ത്രപ്രധാന തുറമുഖമാണ് ചബഹാർ. ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഈ തുറമുഖം. ചബഹാർ തുറമുഖ പദ്ധതിക്ക് നൽകിയിരുന്ന ഉപരോധ ഇളവുകൾ പിൻവലിക്കാനുള്ള USൻ്റെ തീരുമാനം ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. ചബഹാർ പ്രവർത്തിപ്പിക്കുന്നവർക്കെതിരെ ഈ മാസം 29 മുതൽ ഉപരോധം നിലവിൽ വരുമെന്ന് US വിദേശകാര്യ ഡെപ്യൂട്ടി വക്താവ് തോമസ് പീഗോട്ട് പറഞ്ഞു. ഇറാൻ്റെ എണ്ണ കയറ്റുമതിക്ക് മേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുകയാണ് നടപടിയുടെ ലക്ഷ്യം. ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനും നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുമുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചബഹാറിന് ഉപരോധം വന്നാൽ തുറമുഖത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇന്ത്യക്ക് തിരിച്ചടിയാകും. ഇറാനുമായി വ്യാപാര ഇടപാടുകൾ ഏർപ്പെടുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്താൻ മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനായി ഇന്ത്യക്ക് ഇളവ് അനുവദിക്കുകയായിരുന്നു. 2018 ഇറാൻ ഫ്രീഡം ആൻഡ് കൗണ്ടർ പ്രൊലിഫറേഷൻ ആക്ട് പ്രകാരമാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത്. ഇറാൻ്റെ തെക്കൻ തീരത്തെ എണ്ണസമ്പുഷ്ടമായ നിസാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാർ ആഴക്കടൽ തുറമുഖം. വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും ഇറാനും സംയുക്തമായി വികസിപ്പിക്കുന്നതാണ് ഈ തുറമുഖം. പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളുമായി വാണിജ്യ ഇടപാട് നടത്താൻ സഹായിക്കുന്ന തുറമുഖമാണ് ചബഹാർ. തുറമുഖത്തിന് നൽകിയ ഇളവുകൾ സെപ്റ്റംബർ 29 മുതൽ പിൻവലിക്കാനാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ തീരുമാനം. രാജ്യാന്തര ഗതാഗത ഇടനാഴി സ്ഥാപിക്കാനുള്ള ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ഒപ്പുവെച്ചിരുന്നു. 2016 മെയ്യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലായിരുന്നു ഇത്. ചബഹാറിലെ ഷാഹിദ് ബൈഹെഷ്തി ടെർമിനലിൻ്റെ ആദ്യഘട്ട വികസനത്തിൽ ഇന്ത്യ നിർണായക പങ്കാളിയുമായി. 2018 മുതൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിനാണ് തുറമുഖത്തിൻ്റെ നിയന്ത്രണം. പാകിസ്ഥാനിലൂടെ കടക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്കും ഇറാനിലേക്കും മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും തുടർന്ന് റഷ്യയിലേക്കും യൂറോപ്പിലേക്കും നേരിട്ട് പ്രവേശിക്കാനുള്ള ഇന്ത്യയുടെ കവാടമാണ് ചബഹാർ തുറമുഖം. 2014 ഇന്ത്യ ഇറാനുമായി ചബഹാറിൻ്റെ നിയന്ത്രണത്തിനുള്ള 10 വർഷ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. തുറമുഖ വികസനത്തിന് $120 മില്യൺ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ $250 മില്യൺ വായ്പയും ഇന്ത്യ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തുറമുഖത്തിന് ഉപരോധം വരുന്നതിലൂടെ ഇന്ത്യയുടെ നിക്ഷേപങ്ങളും പ്രതിസന്ധിയിലാകും. 2024-25 ഇന്ത്യ 100 കോടി രൂപ വായ്പയും ചബഹാറിന് അനുവദിച്ചിരുന്നു. 5 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനാകും വിധം ശേഷിയിലേക്ക് ഉയർത്തുകയാണ് ചബഹാറിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സജ്ജമാക്കുന്നതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. നിലവിൽ ശേഷി 1 ലക്ഷം TEU ആണ്. ചബഹാറിൽ നിന്ന് ഇറാൻ്റെ ഹൃദയഭാഗത്തു കൂടി കടന്നുപോകും വിധം 700 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാതയും നിർമ്മിക്കുന്നുണ്ട്. ഇരു പദ്ധതികളും 2026 മധ്യത്തോടെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലുമായിരുന്നു ഇന്ത്യ.